കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായ IOC എറണാകുളം ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിൻ്റെ വീട്ടിൽ നിന്ന് 7 ലിറ്റർ വിദേശ മദ്യം ഉൾപ്പെടെ പിടിച്ചെടുത്തു. 29 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് രേഖകളും പണവും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി കൊച്ചിയിലെ വീട്ടിൽ നടന്ന വിജിലൻസ് റെയ്ഡ് പുലർച്ചെ 4 മണി വരെ നീണ്ടു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, IOCയിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. എറണാകുളം ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിൻ്റെ വീട്ടിൽ നിന്ന് ഇത് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചു. 7 ലിറ്റർ വിദേശ മദ്യം, അതുപോലെ തന്നെ 29 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഈ രേഖകളെല്ലാം വിജിലൻസ് പിടിച്ചെടുത്തു. പുലർച്ചെ 4 മണി വരെ നീണ്ടല്ലോ ഈ പരിശോധന. കൂടുതൽ വിവരങ്ങൾ അഖിൽ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഡെപ്യൂട്ടി മാനേജറായിട്ടുള്ള അലക്സ് മാത്യുവിനെ കൈക്കൂലി നൽകുന്നതിനിടയിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ തുടർ നടപടി എന്ന നിലയ്ക്കായിരുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ വീട്ടിൽ രാത്രിയോടുകൂടി തന്നെ വിജിലൻസ് സംഘം റെയ്ഡിനെത്തുന്നത്. ആ റെയ്ഡ് ഇന്ന് പുലർച്ചെ ഏകദേശം 4 മണി വരെ നീണ്ടുനിന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഈ റെയ്ഡിൻ്റെ പരിശോധനയുടെ ഭാഗമായി ഏകദേശം 7 ലിറ്റർ മദ്യക്കുപ്പി, ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ എല്ലാം വിദേശ മദ്യക്കുപ്പികളാണ്, എല്ലാം വില കൂടിയ മദ്യക്കുപ്പികളും ആണ്. അതിനു പുറമെ 29 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ്, അതായത് വിവിധ ബാങ്കുകളിലായിട്ട് അലക്സ് മാത്യു ഭാര്യയുടെയും തൻ്റെയും പേരിൽ ഒക്കെ തന്നെ നിക്ഷേപിച്ചിട്ടുള്ള 29 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റുകളുടെയും അതുപോലെ തന്നെ കുറച്ച് പണവുമാണ് വിജിലൻസ് സംഘത്തിന് വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത് കൊണ്ടുപോകാൻ സാധിച്ചത്. അതുപോലെ തന്നെ നിക്ഷേപം നടത്തിയ മറ്റു ചില സഹകരണ സംഘങ്ങളിലും നിക്ഷേപ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ നിക്ഷേപം നടത്തിയതിൻ്റെ രേഖകൾ, വസ്തു വാങ്ങിയതിൻ്റെ രേഖകളൊക്കെ തന്നെയാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഡെപ്യൂട്ടി മാനേജറായിട്ടുള്ള അലക്സ് മാത്യുവിൻ്റെ കൊച്ചിയിലെ വീട്ടിൽ നിന്നും വിജിലൻസ് സംഘം ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. തുടർ പരിശോധനയുമായി മുന്നോട്ട് പോകും എന്നതാണ് വിജിലൻസ് സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നൊരു കാര്യം, ഇന്നലെ വീടിനോടൊപ്പം തന്നെ ഇവിടെ ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കൊച്ചിയിലെ ഓഫീസിലും രാത്രി തന്നെ റെയ്ഡ് നടത്തിയിരുന്നു. ചില ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് ഓഫീസ് തുറന്ന് അത്തരത്തിലൊരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിലും ചില രേഖകളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സ്ഥിരീകരിക്കാത്തൊരു വിവരം മാത്രമാണ്. പക്ഷേ എന്തായാലും കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളും കൂടുതൽ പരാതിക്കാരെയും ഒക്കെ തന്നെ ശേഖരിച്ച് കൂടുതൽ തെളിവുകളോടെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ വിജിലൻസ് സംഘം തയ്യാറായിരിക്കുന്നത്. വിനോദ്. അഖിൽ, ഇതെന്തെങ്കിലും രഹസ്യ വിവരം വിജിലൻസിന് ലഭിച്ചതിനെ തുടർന്നാണോ ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് പോയത്? IOCയിൽ ഉദ്യോഗസ്ഥർ നടത്തുന്ന അഴിമതി, അത് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള റെയ്ഡുകളും ഒക്കെ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ IOCയിൽ ഇത്തരത്തിൽ കൈക്കൂലി അല്ലെങ്കിൽ അഴിമതി നടക്കുന്നു എന്നുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ പരിശോധന? അഖിൽ, വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ ഉദ്യോഗസ്ഥർ വിവിധ തലങ്ങളിലാണ് ഇതുപോലുള്ള കൈക്കൂലികൾ നടത്തുന്നത്. ഈ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഇന്നലെ തിരുവനന്തപുരത്ത് ഈ അലക്സ് മാത്യുവിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കൊല്ലം സ്വദേശിയായ മനോജ് എന്ന് പറയുന്ന ഒരു ഡീലർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് തങ്ങളുടെ കമ്പനിക്ക് നൽകിയിട്ടുള്ള ആ അംഗങ്ങൾ അല്ലെങ്കിൽ ആ ഉപഭോക്താക്കളെ സ്ഥിരപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത് നിലനിർത്തുന്നതിലേക്ക് വേണ്ടിയാണ് 10 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും അതിൻ്റെ തുടക്ക തുക എന്ന നിലയ്ക്ക് 2 ലക്ഷം രൂപ കൈക്കൂലി നൽകുന്നതിനിടയിലായിരുന്നു വിജിലൻസ് സംഘം പിടികൂടുന്നത്. കാരണം പരാതിക്കാരൻ തന്നെ നേരിട്ട് വിജിലൻസിന് പരാതി നൽകി ഇത്തരത്തിലെ കൈക്കൂലി ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരിശോധന നടത്തിയത്. അല്ലാതെ വിജിലൻസ് സ്വയമൊന്നും പോയി പരിശോധന നടത്തിയതല്ല. കാരണം വിജിലൻസിന് തന്നെ അറിയാം കേരളത്തിലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും ഒക്കെ തന്നെ വിവിധങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള അഴിമതികളും കൈക്കൂലി വാങ്ങലും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് വിജിലൻസിന് തന്നെ അറിയാം. പക്ഷേ പരാതിക്കാരില്ലാത്തത് കൊണ്ടാണ് വിജിലൻസിന് ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. അല്ലെങ്കിൽ വിജിലൻസ് പരിശോധന എത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്നും ഒക്കെ തന്നെ അവർ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യവും കേരളത്തിന് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അലക്സ് മാത്യുവിൻ്റെ കാര്യത്തിലാകട്ടെ പരാതിക്കാരനായ മനോജ് തന്നെ വിജിലൻസിന് പരാതി നൽകുന്നു. ഇത്തരത്തിൽ കൈക്കൂലി തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്തരത്തിൽ പരാതി നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് വിജിലൻസ് കൈക്കൂലി നൽകാൻ ഉപയോഗിച്ച പണത്തിൽ ചില മഷികളൊക്കെ തന്നെ പുരട്ടി അദ്ദേഹത്തിന് നൽകുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അലക്സ് മാത്യുവിനെ അറസ്റ്റ് ചെയ്ത് അതിന്റെ തുടർ നടപടി എന്ന നിലയ്ക്കാണ് വീട്ടിലും കൊച്ചിയിലെ ഓഫീസിലും ഒക്കെ തന്നെ പരിശോധന നടത്തിയത്. ഈ പരിശോധനയുമായി മുന്നോട്ട് പോകും എന്നതാണ് വിനോദ് വിജിലൻസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതെ, വളരെ കൃത്യമാണ്. കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വിജിലൻസ് പിടിയിലായ IOC എറണാകുളം ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് 7 ലിറ്റർ വിദേശ മദ്യവും അതേപോലെ തന്നെ 29 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ രേഖകളും കണ്ടെത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അഖിൽ പാലോട്ടുമടം.